ഇക്ബാൽ സ്മാരക വായനശാലയും SP സഭ സ്കൂളും സംയുക്തമായി വായനാ ദിനത്തിൽ PN പണിക്കർ ദിനാചരണം സംഘടിപ്പിച്ചു. This news brought to you by Kalpaga Weddings, North Paravoor. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന ആഹ്വാനം ഉയർത്തിക്കൊണ്ട് മലയാളിയോട് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംവദിച്ച മഹത് വ്യക്തിയാണ് PN പണിക്കർ. വായന ഒരിക്കലും മരിക്കുന്നില്ല. വായനശാലകളിലൂടെ ഇന്നും അത് തുടരുകയാണ് എന്ന് എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS സാജിദ് പ്രസ്താവിച്ചു. എടവനക്കാട് ഇക്ബാൽ സ്മാരക വായനശാലയും വാച്ചാക്കൽ SP സഭ സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച വായന വാരാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇക്ബാൽ സ്മാരക വായനശാല നമ്മുടെ സ്കൂളുമായി സഹകരിച്ചുകൊണ്ട് സംഘടിപ്പിച്ചിട്ടുള്ള PN പണിക്കർ അനുസ്മരണ പ്രോഗ്രാം വായനാ ദിനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ ആനന്ദനെ അറിയിക്കുകയാണ്. എന്തിനാ പരിപാടിയൊന്നും നടത്തുന്നത്? എന്തിനാണ് പരിപാടി? വായിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വായിക്കാറില്ലേ? നിങ്ങളെല്ലാവരും വായിക്കാറില്ല? നമ്മൾ എന്താ വായിക്കാറ്? സ്കൂളിന് അല്ലെ ടീച്ചർ പറയുന്ന പുസ്തകങ്ങൾ അല്ലെ അത് വായിക്കാറുണ്ട്. ആ കൂട്ടത്തിന് നിങ്ങൾ മറ്റു പല പുസ്തകങ്ങളും കൂടി വായിക്കണം. സ്കൂൾ മാനേജർ KT ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വായനശാല പ്രസിഡന്റ് ജോസഫ് ബേസിൽ മുക്കത്ത് വായന ദിന സന്ദേശം നൽകി. വായനാ ദിനം, പക്ഷേ വായനാ ദിനം എന്ന പേര് പിന്നീടാണ് വന്നത്. അതിന് കാരണം ഇന്നേക്ക് 100 വർഷത്തെ വരുന്ന ഒരു വലിയ മഹാനാണ് ഈ വായനാ ദിനത്തിന്റെ പ്രചാരകനായി മാറിയത്. അദ്ദേഹത്തിന്റെ പേര് പറയാമോ? PN പണിക്കർ. ആലപ്പുഴയിലാണ് അദ്ദേഹം ജനിച്ചത്. സനാതന ധർമ്മം എന്നൊരു വായനശാല ആലപ്പുഴയിൽ ഇത് ഏതൊക്കെ 1926 സ്ഥാപിച്ച ആളാണ് ഈ PK അല്ല നമ്മുടെ ആരാണോ പറഞ്ഞത്? പണിക്കർ സാർ. ഈ പണിക്കർ സാറിന്റെ നാട്ടിലാണ് വായനശാല. കുട്ടികൾക്ക് വേണ്ടിയാണ് തുടങ്ങിയത്. അതിന്റെ പേര് തന്നെ സനാതന ധർമ്മം എന്നാണ്. അനൗപചാരിക വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ സ്കൂളിൽ പോയി പഠിക്കാത്ത കുട്ടികളെയും നാട്ടുകാരെയും പഠിപ്പിക്കണ പരിപാടി. അതിനുവേണ്ടി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം PN പണിക്കർ സാർ സഞ്ചരിച്ചു. ബാലവേദി വായനശാല ഉദ്ഘാടനം പഞ്ചായത്ത് മെമ്പർ സജിത്ത് കുട്ടൻ നിർവഹിച്ചു. പ്രധാന അധ്യാപിക TS ജിന ടീച്ചർ പുസ്തകങ്ങളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. വിശ്വപ്രസിദ്ധമായ ഒരു ജപ്പാനീസ് ബാലസാഹിത്യ കൃതിയാണ് ഞാനീ പഠിച്ചിരിക്കുന്ന ടോട്ടോ-ചാൻ ജനാനക്കരികിലെ വികൃതിക്കുട്ടി. ഇത് ജപ്പാനീസ് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. എങ്കിലും ലോകത്തെ എല്ലാ ഭാഷയിലേക്കും ഇത് വിവർത്തനം ചെയ്തു. വായനശാല സെക്രട്ടറി VS ഗിരീശൻ, ദാസ് കോമത്ത്, KK ഷാനവാസ്, ഓമന സുരേഷ്, PTA പ്രസിഡന്റ് KP ഷാലി എന്നിവർ സംസാരിച്ചു. ക്യൂസ്, പുസ്തക വായന, പ്രസംഗം എന്നീ മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, വാച്ചാക്കൽ.